മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്തിയ PK അബ്ദുൽ ഗഫൂർ എന്റെ വാക്കുകൾ. അപ്പൊ അദ്ദേഹം വിപ്ലവമായിരിക്കാം വിദ്യാഭ്യാസ രംഗത്ത്. അപ്പൊ വിപ്ലവം എന്ന് പറഞ്ഞാൽ കുറെ ബോംബ് പൊട്ടിക്കലും ഇത് കുറെ ആൾക്കാരുടെ ജയിലിടും നാടെടുത്തലും നടക്കും. വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം, സമൂഹത്തിലൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ആരെയും നമുക്ക് വിപ്ലവകാരി എന്ന് പറയാം. പിന്നെ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതോ ഇല്ല ആ ചർച്ചക്ക് ഞാൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും ഒക്കെ ഉണ്ട്. അത് വേറെ വിഷയമുണ്ട്. ചർച്ച ജീസസ് ഓഫ് നാസറത്തിനെ പറ്റിയില്ല. യഥാർത്ഥത്തിൽ മനുഷ്യരാശിയിലെ ഏറ്റവും അധികം മനുഷ്യവർഗത്തിന് മൊത്തത്തിൽ മനുഷ്യ തലമുറവായിട്ട് നമ്മൾ എടുക്കുന്നത് ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ജീസസ് ഓഫ് നാസറത്താണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ ജനതയുടെ 35-40% വരും. അതിനെക്കാട്ടും ഒരു 60% 70% കുറവാണ് മുസ്ലിംസും വരുന്നത്. ആ രണ്ട് സമുദായങ്ങളും ജൂതന്മാർ കുറച്ചുള്ളൂ വിട്ടേക്ക്. ഇവർ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു പ്രവാചകൻ എന്നുമാണ് ഒരു സംശയവും വേണ്ട. ഏത് മതത്തിൽപ്പെട്ട ഇപ്പൊ ശ്രീരാമൻ തന്നെ നമുക്കില്ല. ശ്രീരാമൻ എടുത്താൽ തന്നെ ഹിന്ദു മതത്തിലുണ്ടെങ്കിലും എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. നമുക്ക് വ്യക്തമായിട്ടല്ലേ കേരളത്തിൽ തന്നെ ശ്രീരാമക്ഷേത്രം ആളുകൾ ഉപയോഗമുള്ളൂ. ആരാണ് ശ്രീരാമഭക്തൻ? എല്ലാ 14,000 ദൈവങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള വരുമ്പോൾ നിങ്ങളുടെ സാൽവേഷന്റെ വഴി അതിലൂടെ ആയിരിക്കണം എന്നുണ്ട്. അപ്പോ ബ്രഹ്മാവിന് ഒരു ക്ഷേത്രമേ ഉള്ളൂ, പുഷ്കർ. അതേമാതിരി അത് പലവയ്ക്കും പലതുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഒരു സംശയം വേണ്ട, ശിവനാണ് ഏറ്റവും വലിയ ഡയറ്റി. പ്രൈം ഡയറ്റി ഓഫ് ഇന്ത്യ ശിവ, ലോർഡ് ശിവ. ഞാൻ അങ്ങനെയാണ് ഹിന്ദുവിനെ മൊത്തമായി കാണാൻ പറ്റുന്നത്. നമ്മൾ വ്യക്തിത്വങ്ങളെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ ജീസസ് ഓഫ് നാസറത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ക്രൈസ്തവ മതം വളരെ ലിബറലായി വളരെ വിട്ടുവീഴ്ചയോട് കൂടിയിട്ടാണ് ജീസസ് ഓഫ് നാസറത്തും ക്രിസ്തു മതത്തിൽ തന്നെ കാണും. ഇന്നത്തെ ക്രിസ്ത്യാനി പണ്ടങ്ങനെ ആവുന്നില്ല. സ്പാനിഷ് ഇൻക്വിസിഷന്റെ കാലത്ത് അങ്ങനെ ആവുന്നില്ല. പക്ഷെ ഇന്നങ്ങനെ, കാരണം ഞാൻ തന്നെ പഠിച്ചിട്ടുള്ള, ഞാൻ ഉദാഹരണം പറയാം, നമ്മുടെ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് അതിൽ ഉള്ള ആ ഒരു ദർശനമുണ്ട് ക്രൈസ്റ്റ്. അതിലൊക്കെ ഹ്യൂമൻ ബീങ് ആയിട്ടാണ് ക്രൈസ്റ്റിനെ കാണുന്നത്. ഹ്യൂമൻ ഫാലാസീസ്, അതായത് എല്ലാ ദൗർബല്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീസസ് ഓഫ് നാസറത്ത്. അതിനകത്ത് തന്നെ അത് ഗോസ്പൽ അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്. അതില് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിട്ട് പോവുകയും ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയ അതിൻ്റെ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഗലീലിലൂടെ പോകുമ്പോൾ കടലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു നല്ലൊരു മുക്കുവനായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. അപ്പൊ ഡക്കിന്റെ പോയി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫിഗറായിരിക്കും അദ്ദേഹം ഒരു മുക്കുവനായിട്ട് പോകുമ്പോ ദൈവം വന്നിട്ട് പറഞ്ഞെന്താ വെച്ചാൽ ഈ ജൂതന്മാരെന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവര് പറഞ്ഞു ഐ ആം ഓൺലി ദ ചോസൻ വൺ, ദ ചോസൻ പീപ്പിൾ, ദ ചോസൻ ലാൻഡ്. അത് ശരിയല്ല. അതുകൊണ്ട് ഈ മനുഷ്യരാശിയെ മുഴുവൻ എന്നെ പറ്റി അറിയിക്കുന്നു എന്ന് പറയും. അപ്പൊ അത് വേറൊരു വീക്ഷണമായി തോന്നി. അതേമാതിരി തന്നെ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ നാടകം. അതിലെന്താ സംഭവം? അതിൽ ജൂഡാസ് ഇസ്കാരിയോട്ടാണ് അതിലെ ഹീറോ. അവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ എന്ന് വെച്ചാൽ ബ്രൂട്ടസും സീസറും തമ്മിലുള്ള ബന്ധമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ബ്രൂട്ടസ് സീസറെ പറ്റി പറയണ്ടല്ലോ, അവസാനം നിനക്ക് രാജാവാണെന്ന ഉദ്ദേശം. അവിടെ ജനാധിപത്യത്തെ നീ നശിപ്പിക്കും, അതുകൊണ്ട് പിന്നെ കൊല്ലേണ്ടിയിരിക്കുമെന്നാണ് ബ്രൂട്ടസിന്റെ വാദം. അതേമാതിരി തന്നെയാണ് ജൂഡാസ് പറയുന്നത്. ഇത്രയും കാലം പറയാതിരുന്ന കാര്യം ഇപ്പൊ പെട്ടെന്ന് എന്താണ് ദൈവപുത്രൻ എന്ന് പ്രഖ്യാപിച്ചത്? ഇതുവരെ മനുഷ്യനാണെന്നാണ് പറയാൻ പറ്റുന്നതാണ് ക്രൈസ്തവോട് ചോദിക്കുന്നത്. അപ്പോ ഇതൊക്കെ ഞാൻ ഒരു ഉദാഹരണങ്ങൾ എടുത്ത് പറയാനുള്ള കാര്യം, അത്ര ദീർഘിച്ചോടുന്നതിനെ പറ്റി പറയുന്നില്ല. പറയാനുള്ള കാരണം ഇവിടെ കാണുന്ന കോലാഹലങ്ങളൊന്നുമല്ല പാശ്ചാത്യ ലോകത്തിലാണ്. അവർക്ക് വളരെ വളരെ ലിബറലാണ്. ഇനി കൂട്ടത്തിലാണെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല, സദസ്സിലുണ്ടാവും പറഞ്ഞു. അത്ര ഒരു നല്ലൊരു സഹിഷ്ണുത സ്വഭാവം മുസ്ലിമൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരന്മാരെ തെരുവെടുക്കുമ്പോൾ ഓട്ടമാണ്. അതിന് ഞങ്ങൾക്ക് ഇത് സ്പാനിഷ് കാർട്ടൂന്ന് കാര്യം അവിടെ കേട്ടത് ഞാൻ തന്നെ വല്ലതും പറഞ്ഞ് തെറ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഇപ്പൊ പോകാൻ പോയി ഒരു അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 5 പേരുള്ള അത് വേറെ വിഷയം. എന്നാലും കൂടെ പോകുന്നു വരും. അപ്പൊ അങ്ങനെ ക്രൈസ്തവ ദർശനം ലോകത്ത് എന്ന് പറയുമ്പോൾ വളരെ വിട്ടുവീഴ്ചയുടെ ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. ഏറ്റവും പുതിയതായിട്ട് പഴയതാണ്. ഏറ്റവും പുതിയതായിട്ട് ഡാൻ ബ്രൗണിന്റെ ഡാവിൻസി കോഡ്, നമ്മുടെ ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോ നമ്മുടെ സഹകരണത്തിൽ ഒബാമയെ ഇരിക്കുന്നവർക്കാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളിതിനെ പറഞ്ഞു കൊടുക്കുന്നത് ആ ലാസ്റ്റ് ഈ ഡാൻ ബ്രൗൺ പുസ്തകത്തിൽ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട് ക്രൈസ്റ്റിന്റെ സൈഡിലായിട്ട്. ആ ട്രയാങ്കിളിൽ ആ മേശപ്പുറത്തിരിക്കുന്നത് മഗ്ദലന മറിയമാണെന്നും മഗ്ദലന മറിയത്തിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നു.
മനസ്സിലായില്ല. ആ കുട്ടി പിന്നെ ഉണർന്നു, അങ്ങനെയാണ് ആ കഥ പോകുന്നത് കണ്ടുകൊണ്ട്. അപ്പൊ അത് പാശ്ചാത്യ ലോകത്ത് എല്ലാവരും സ്വീകരിച്ച പുസ്തകം, ഇവിടെ സ്വീകരിച്ച പുസ്തകം അത് സിനിമയാക്കി. അപ്പോ വളരെ വളരെ ഒരു വിശാലമായ രീതിയിലാണ് ക്രൈസ്തവ മതത്തെ നമ്മൾ കാണുന്നത്. ഇതെന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും മോഡേൺ സാഹിത്യവും മോഡേൺ വിദ്യാഭ്യാസവും മോഡേൺ സയൻസും ഒക്കെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നമ്മൾ വന്നിരിക്കും. ആ രാജ്യങ്ങൾ യാദൃശ്ചിക ക്രൈസ്തവമായി പോയതായിരിക്കും, അത് വേറെ വിഷയം. പക്ഷെ അവരാണ് ഒരു കാലത്ത് ഇസ്ലാമിലായിരുന്നിരിക്കാം. ചിലപ്പോൾ നമ്പൂതിരിയുടെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദു മതത്തിലായി. പക്ഷെ ഇപ്പൊ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ മോഡേൺ സയൻസ്, മോഡേൺ മാത്തമാറ്റിക്സ്, മോഡേൺ കമ്പ്യൂട്ടർ, മോഡേൺ ലിറ്ററേച്ചർ, എവറിത്തിങ് ഇസ് കമ്മിങ് ഫ്രം ദ ക്രിസ്ത്യൻ വേൾഡ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മോഡേൺ ഔട്ട്ലുക്കാണ് എടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ഇത് ഞാൻ പറയാനുള്ള കാരണം ഇവിടെ കുറച്ച് പഠനങ്ങളൊക്കെ കണ്ടില്ല. ഇപ്പൊ കറോണ ഇലക്ഷന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പഠനം ചെയ്തു. അത്ര വലിയൊരു പഠനം ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പൊ ഈ വിഷയങ്ങളെ പറ്റി. ഇനി ക്രിസ്തുവിനെ പറ്റിയിട്ട് ഈ ദർശനത്തെ പറ്റി പറയുമ്പോൾ ഒരു 4-5 ദർശനം ഞാൻ പറഞ്ഞുതരാം, ഞാൻ മനസ്സിലാക്കിയത്. ഫസ്റ്റ് ദർശനമാണ് ട്രൈനിറ്റേറിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യാനികൾ, അതായത് ത്രൈത്വയാണ്. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, അതായത് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിനും ദൈവമുണ്ട്, അത് ഒന്ന് തന്നെ. ആ ഒരു ദർശനമാണ് ക്രൈസ്തവ മതത്തിലെ ഭൂരിപക്ഷം എന്നല്ല 99% ഇൻക്ലൂഡിംഗ് പ്രൊട്ടസ്റ്റന്റ്സിനുള്ള വ്യൂ പോയിന്റുകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏരിയാനിസംമാരുള്ള മതങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കാലാന്തരപ്പെട്ടു. ഇടയിൽ ഇപ്പോഴും അനാബാപ്റ്റിസ്റ്റുകളും എന്ന ആൾക്കാരുണ്ട് അതിൽ വിശ്വസിക്കുന്നത്. അതായത് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് തതുല്യമല്ല, ദൈവം വേറെ, അതിന് താഴെയാണ്. പിന്നെ പരിശുദ്ധമാണോ അല്ലയോ, പ്രവാചകനാണോ അല്ലയോ, അതൊക്കെ വേറെ വിഷയം. പക്ഷെ തുല്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദർശനം ക്രൈസ്തവ മതത്തിൽ വളരെ കുറവാണത്. 99% ആൾക്കാർ, അത് ഓർത്തഡോക്സ് ആയാലും വേണ്ടില്ല, ചാത്തുണ്ണിയായിട്ടുള്ള 2 വിഭാഗമായാലും വേണ്ടില്ല, അവർ തമ്മിൽ തല്ലുകൂടിയാലും വേണ്ടില്ല. ഇക്കാര്യത്തിൽ അവർ റോമൻ കത്തോലിക്കർ ഇതിൽ യോജിക്കുക, അല്ലെ? അവർ മാർട്ടിൻ ലൂതറും യോജിക്കുക, ജോൺ കാൽവിനും യോജിക്കുക, ഹെൻറി VIII യോജിക്കുക, ചാത്തുണ്ണിയായിട്ടുള്ള ഇക്കാര്യത്തിൽ, അല്ലെ? എല്ലാ ചരിത്രമാണ് പറയണ്ടത്. കാരണം ഞാൻ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ഇഷ്ടമാണ്, ഞാൻ പഠിച്ചപ്പോഴാണ്. അല്ലാതെ ഞാനൊരു ഇതിൻ്റെ ഒരു